ഇന്നിപ്പോൾ പിള്ളേർ സിസ്റ്റർ വന്ന കാരണം സ്കൂളിൽ പോയില്ല ചേട്ടാ. സ്കൂളിൽ പോകാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പുഴയെ കൊണ്ടുപോകാൻ മീൻ പിടിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ നല്ല മഴയായതുകൊണ്ട് മീൻ പിടിക്കാനൊന്നും പോകാൻ പറ്റില്ല ചേട്ടാ. അങ്ങനെ പിണങ്ങി രണ്ടാളും കിടന്നുറങ്ങിയപ്പോൾ സിസ്റ്റർ ഇച്ചായം വിളിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ രണ്ടാളും പിണങ്ങി കിടന്നുറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പറഞ്ഞു ഡാം കാണാൻ പോകാം നമുക്കെന്നും പറഞ്ഞ് അങ്ങനെ ഡാം കാണാൻ ഇറങ്ങിയത് ചേട്ടാ. സമയം 6 മണിയായിട്ടാ. എല്ലാവരും കയറിപ്പോണ സമയമായപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത്. 6:30 ആകുമ്പോൾ അടയ്ക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ മേടിച്ചിട്ട് അകത്ത് കയറിയതാട്ടോ. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് പറഞ്ഞു കൊടുക്കണത്. ഡാമിനകത്തെ പണ്ട് ഉണ്ടായ കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അങ്ങനെ ഞാനൊരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ഒരു വള്ളിയാണ് ഊഞ്ഞാൽ പോലെ. അതിന് മുകളൊക്കെ കയറിയിരുന്നപ്പോൾ കുഴപ്പമുണ്ടായില്ല. ഞാൻ കയറിയിരുന്നപ്പോൾ മൂക്കും കുത്തി പോവുക. അപ്പം ഞാൻ അവിടെ നിന്ന് എങ്ങനെയാണ് അവൾ ഇരുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് സൂപ്പറായിട്ട് ഇരിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലി ഉണ്ടായിരുന്നു. ഊഞ്ഞാലയിലൊന്നും അധികം കയറാൻ പറ്റിയില്ല കേട്ടോ. അവൾക്ക് ഊഞ്ഞാൽ കയറണം എന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. പിന്നെ മഴ പെയ്ത് വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ സമയം വൈകി കാരണം ഓടി നടന്ന് കാണുകയും ചെയ്തത്. സിസ്റ്റർക്ക് ഇന്ന് പോകുകയും വേണം. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേഗം ഓടി നടന്ന് കാണുകയും ചെയ്തത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവിടുത്തെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഗാർഡനിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഈ പൗലിൻ്റെ അവിടെ ഈ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമായിട്ടാണ് പോയുള്ളൂ. അപ്പോൾ ഇനി ഒരു ദിവസം വരുമ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തിരി കുറച്ച് നേരമായിട്ട് അവിടെ നിന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ നടന്നു. അങ്ങനെ സോനു ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ എടുത്തത് വീഡിയോ കേട്ടോ. ഇതിപ്പോൾ ഞാൻ അറിയാണ്ടാട്ടെ. ഇതിപ്പോൾ ഞാനിത് ഇടുമ്പോഴാണ് ഞാൻ കാണുന്നത് ഇങ്ങനൊരു വീഡിയോ അവൻ പിടിച്ചിട്ട് ഇരുന്നത്. അവനല്ല, അനു. അങ്ങനെ ഫോട്ടോയും വീഡിയോയൊക്കെ എടുത്തപ്പോഴത്തേനും ഒരു 6 മണിക്ക് കയറി 6:30 ആയപ്പോഴത്തേനും അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി വിസിലടിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇറങ്ങിയപ്പോഴത്തേനും സന്ധ്യയായിട്ടുണ്ട്. അപ്പം ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തതാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പതുക്കെ ഒരു ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായയൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഒരു 8:30 ആയപ്പോഴത്തേനും അവരും പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.